നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഉണ്ടാക്കുന്നത്. എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ചെയ്യാമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് 1 കിലോ പരിപ്പ് വടയുടെ പരിപ്പ് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുതിർത്ത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ നമ്മൾ സബോള അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളകും നമ്മുടെ ഇഞ്ചിയും കൂടി കുരുകുരാന്ന് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പരിപ്പ് അരച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു പാകത്തിൽ അരച്ചിട്ട് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ സബോളയും അതുപോലെ നമ്മുടെ എന്താ പറയുക ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ച് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ് ഞാൻ. എന്തായാലും നമ്മൾ പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട് നമ്മൾ. അത് കഴിഞ്ഞാൽ നമുക്ക് സബോള, അരിഞ്ഞു വെച്ച സബോള ഇടാം. അതിന് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടാം. ഇതിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണിത് വട, നമ്മുടെ പരിപ്പ് വട എങ്ങനെയാണ് പൊരിച്ചെടുക്കണമെന്ന് നമുക്ക് നോക്കാം. പരിപ്പ് വടയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അരച്ച പരിപ്പ്, അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ സബോള അരിഞ്ഞിട്ടു, അതുപോലെ തന്നെ കരിവേപ്പില, അതുപോലെ പച്ചമുളക്, അതുപോലെ ഇഞ്ചി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇത് പൊരിച്ചെടുക്കാം. നിന്ന് ചെറിയ ഉരുളകൾ, അധികം വലുപ്പം പാടില്ല, ഇത്രയും വലുപ്പത്തിൽ എടുത്തിട്ട് നമ്മളത് ഒരു ഷേപ്പാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇടാണ്. നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ഇടാണ്. ഇത് ചെറിയ ചട്ടിയായതുകൊണ്ട് 1, 2, 3 ഒക്കെ ഇടാൻ പറ്റുള്ളൂ നമുക്ക്. ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോരിയെടുക്കാം. പരിപ്പ് വട നമ്മൾ ഷേപ്പാക്കി ഇതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് കോരിയെടുക്കും. ഇങ്ങനെ മൂപ്പായിട്ടില്ല, നന്നായിട്ട് മൂക്കണം. മൂത്ത് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ കോരിയെടുക്കുക. ആയിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരും. നമുക്ക് കോരി നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഈ പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ ഈ ചട്ടി ആയതുകൊണ്ട് ഒരു 4 എണ്ണമൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് പാത്രത്തിലേക്ക് കോരി ഇട്ടിട്ടുണ്ട്. എന്തായാലും വട നമ്മൾ പൊരിച്ച് എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള പരിപ്പ് വടയാണിത്. നമ്മളിത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല രീതിയിൽ. അതുപോലെ തന്നെ ശ്രീരാഗം രുചിക്കൂട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടുത്ത ഇങ്ങനെയുള്ള നല്ല വീഡിയോകളുമായി എത്തിച്ചേരാം. അതുവരെ നന്ദി, നമസ്കാരം.